ഡോക്ടർ സുരേഷ് മധുസൂദനൻ, ശ്രീമതി ഡോക്ടർ വിജയനേസ് കോത്താരി, അമയാനന്ദ സ്വാമികൾ അടക്കം ശ്രീനാരായണ ഭക്തരായ തീർത്ഥാടക സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തിരുവരുൾ പ്രകാരം എല്ലാ വർഷവും നടത്തുന്ന തീർത്ഥാടന മഹാമഹം അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുകയും പുതിയ പുതിയ ചൈതന്യവുമായി നമ്മുടെ ജീവിത പന്ഥാവിലേക്ക് പോകുവാനുള്ള ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. 2025 അവസാന മണിക്കൂറുകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്ത് വരാൻ പോകുന്ന ശാസ്ത്രീയമായ മാറ്റങ്ങളെ അടക്കം ദീർഘവീക്ഷണത്തോടെ കണ്ട് തൻ്റെ ദർശനങ്ങളിലൂടെ അത് അവതരിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ ദർശനങ്ങളും മനുഷ്യ സ്നേഹത്തിൻ്റെ മതം ഉദ്ഘോഷിച്ചുകൊണ്ട്, മനുഷ്യ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ മതം എന്നത് ഓരോ വാക്കിലും ഓരോ കൃതികളിലും നമുക്ക് കാണുവാൻ കഴിയും. അത് കേവലമായ ആത്മീയ ചിന്താഗതിയിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് ഭൗതികവും യുക്തിസഹവും അതിലുപരി ശാസ്ത്രീയ അടിത്തറയോടും കൂടിയാണ് അത്തരം കാര്യങ്ങളെ വരാൻ പോകുന്ന മുഴുവൻ തലമുറയ്ക്കുമായി ഗുരുദേവ തൃപ്പാദങ്ങൾ നൽകിയത്. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ എങ്ങനെയാണ് ഈ ഇന്നത്തെ AI കാലത്ത് സമീകരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അന്ധവിശ്വാസങ്ങളെയും മനുഷ്യരെ മനുഷ്യരായി കാണാതെ മാറ്റി നിർത്തിയിരുന്ന ആ ഇരുണ്ട കാലത്തെ മാറ്റുന്നതിനായി സാമൂഹ്യ നീതിക്കായി കൂട്ടുപിടിച്ചതും യുക്തിബോധത്തെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഉദ്ബോധനം ചെയ്തത് കേവലമായ ആത്മീയ വിദ്യ മാത്രമല്ല, മറിച്ച് യുക്തിസഹമായ അറിവുകളിലൂടെയും ശാസ്ത്ര സാങ്കേതിക അറിവുകളിലൂടെയും കൂടി തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശാസ്ത്രീയമായ അടിത്തറകൾ ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു. കാർഷിക വൃത്തിക്കായും ഒപ്പം തന്നെ വ്യവസായശാലകൾ തുടങ്ങുവാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിച്ചത്, പഠിപ്പിച്ചത്, നമ്മെ നല്ല പൗരബോധമുള്ളവരും മനുഷ്യ സ്നേഹമുള്ളവരും സഹജീവി സമത്വത്തിൽ വിശ്വസിക്കുവാൻ പ്രാപ്തരാക്കുന്നതുമായിരുന്നു. അദ്വൈത ദർശനം എന്നത് ഏകത്വവുമായി കൂട്ടിയോജിപ്പിച്ച് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഉദ്ബോധനവും എല്ലാ വാക്കുകളും ഉദ്ബോധനങ്ങളും മനുഷ്യന്റെ ശാസ്ത്രീയ അറിവുകളെ കൂടി ചേർത്ത് വയ്ക്കുന്നതായിരുന്നു. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ച് പറയുക മാത്രമല്ല, എല്ലാ മേഖലകളിലും മനുഷ്യന് പുരോഗതി ഉണ്ടാകേണ്ടത് വിദ്യാലയങ്ങൾ നിർമ്മിച്ച് പുതുതലമുറയ്ക്ക് മാത്രമല്ല, സമൂഹത്തെ ആകമാനം മാറ്റത്തിൻ്റെ ശങ്കുലിയിലേക്ക്, നന്മയുടെ പാതയിലേക്ക്, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുക്തിസഹമായ അറിവുകളിലൂടെ കൊണ്ടുപോകുക എന്ന രീതിയിൽ തന്നെയാണ്. ഇന്ന് ആധുനിക കാലത്ത് നിന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സാധാരണഗതി സന്യാസി ശ്രേഷ്ഠന്മാർ, സന്യാസി വര്യന്മാരൊക്കെ തന്നെ ആത്മീയതയിലൂന്നിയ ആത്മീയ അനുഭൂതികൾ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്ന ശൈലിയാണ് ലോകമെമ്പാടും കണ്ടുവരുന്നതെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഭൗതിക ജീവിതവുമായി നമ്മെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ദർശനങ്ങളാണ് നൽകിയത്. ആ ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാർ ആത്മീയമായി മാത്രമല്ല ഭൗതിക ജീവിത സാഹചര്യത്തിലും അറിവിന്റെ പരിമിതമാണെങ്കിലും വിശാലമാണെങ്കിലും അറിവുകൾ നേടിക്കൊണ്ട് സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് അവസരമൊരുക്കുന്നത്. സംഘടിച്ച് ശക്തരാകുവാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനീതികൾക്കെതിരെ പോരാടാൻ ധൈര്യം തന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഉദ്ബോധനങ്ങൾ മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ആധുനിക ശാസ്ത്ര ലോകത്ത് നിന്നുകൊണ്ട് ഉറക്കെ പറയുവാൻ സാധിക്കുന്നു, ഇന്നത്തെ ശാസ്ത്ര ലോകത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ്
പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ തന്നെ തീർത്ഥാടക കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള സ്വാമിമാരോടുള്ള നന്ദിയും, ഒപ്പം തന്നെ ഇതിന്റെ സംഘാടനത്തിനായി മാസങ്ങളായി ശിവഗിരി കുന്നുകളിൽ താമസിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന പ്രിയപ്പെട്ട ഗുരുദേവ ഭക്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തർക്ക് ഈ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, എല്ലാ അറിവുകളും, എല്ലാ ചടങ്ങുകളും എത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സർവ്വചരാചരങ്ങൾക്കും 2026 ഒരു നല്ല വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി.